Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഡോക്ടർ വേഗോപ്പങ്ങിന്റെ ആ ബ്രോഡ്കാസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആ 5 എൽഡേഴ്സ് അവരാണെങ്കിൽ ഇപ്പോൾ ആ ഹെഡ് ഐലാൻഡ് പോലും നശിപ്പിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വരികയാണ്. ആ മൊട്ടയാണെങ്കിൽ ഫുൾ കലിപ്പിൽ ആളുടെ സ്ക്വാഡ് എടുത്ത് ആ ഷീൽഡിനെ ആഞ്ഞു വെട്ടുകയാണ്. അത്രയും നേരവും എല്ലാവരും വളരെയധികം സുരക്ഷയാണെന്ന് കരുതിയ ആ ഒരു ഷീൽഡ് രണ്ടായിട്ട് തകരും. ഓരോ എൽഡേഴ്സിനും അവരുടെ ദേഷ്യവും കോപവും നിയന്ത്രിക്കാൻ കഴിയാതെ അവിടെ വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഡോക്ടർ വേഗോഫ് പങ്കാണെങ്കിൽ ആളുടെ തുറന്നു പറച്ചിൽ അത് തുടർന്നു കൊണ്ടേയിരിക്കും. സെഞ്ചുറിയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നു. ആ സമയത്താണ് ലോകത്തിന്റെ ഒരു ഭാഗം മുഴുവനായിട്ടും വെള്ളത്തിൽ മുങ്ങിയത്. അന്ന് നടന്ന യുദ്ധം അതിപ്പോഴും നീണ്ടു നിൽക്കുകയാണ്. സെഞ്ചുറിയിൽ ഒരുപാട് കാര്യങ്ങൾ റിവീൽ ആയിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഇപ്പോഴും പലർക്കും അറിയാം. അങ്ങനെ അറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് കിങ് ഓഫ് ദ പൈററ്റ്സ് ടീം. അവർ ആ കാര്യം ഇതുവരെ ആരോട് റിവീൽ ചെയ്തിട്ടില്ല. ഡോക്ടർ വേഗോഫ് പങ്കിന്റെ ആ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടുകയാണ്. കാരണം അത്രയും വലിയ രഹസ്യം അറിയാവുന്നത് ഒരു പൈററ്റ്സ് ടീമിനാണെന്ന് ആർക്കും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. അവർക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും ഇതുവരെ അവർ ആ കാര്യം റിവീൽ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് മാത്രം ഡോക്ടർ വേഗോഫ് പങ്കിനും അന്നുണ്ടായിരുന്നവർക്കും ഒന്നും തന്നെ അറിയില്ല. ഇവിടെ യോർക്കിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ കണ്ടെത്തി കഴിഞ്ഞു ആ ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടർ സ്നെയിൽ അതെവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അത് ആ ജയന്റ് റോബോട്ടിന്റെ മുകളിലാണ്. ഓൾറെഡി ഒരുപാട് നേവി സോൾജേഴ്സ് അതിനെ റൗണ്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവരെന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു വലിയ റോബോട്ടിന് ഇതുവരേക്കും ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. അതാണെങ്കിൽ അവരെല്ലാവരും അറ്റാക്ക് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ലൂഫിയെ ലക്ഷ്യമാക്കി പതിയെ നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 5 വെൽഡേഴ്സ് ആണെങ്കിൽ വെറിയോടുകൂടെ ഇപ്പോൾ ആ റോബോട്ടിനെ ലക്ഷ്യമാക്കി പാഞ്ഞടുക്കുകയാണ്. അവർ ഇത്രയും നേരവും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചത് ആ റോബോട്ടിന് മുകളിലാണെന്ന് അറിഞ്ഞ ആ എൽഡേഴ്സിനാണെങ്കിൽ ഒരുപാട് സന്തോഷവും അതിനൊപ്പം ഒരുപാട് ദേഷ്യവും പകയും എല്ലാം കൂടി വരും. ഇവിടെ റോബോട്ട് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുൻപോട്ടേക്ക് തന്നെ പോകും. റോബോട്ട് ആണെങ്കിൽ ഓരോ സ്റ്റെപ്പ് മുൻപോട്ടേക്ക് വെക്കുമ്പോഴും ആ ഐലാൻഡ് അങ്ങനെ കിടുങ്ങി വിറയ്ക്കാണ്. കട്ട് ചെയ്താ ഇവിടെ ആ പൈററ്റ് ഐലാൻഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ചില ബുദ്ധിയില്ലാത്ത പൈററ്റ്സുകൾ അവർ പരസ്പരം ഒക്കെ വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു കൂവാണ്. ഒരു പൈററ്റ് ആണെങ്കിൽ വിളിച്ചു പറയും, വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു ഐലാൻഡ് മുഴുവൻ മുങ്ങിയിരുന്നുവെങ്കിൽ ഈ ഐലാൻഡിൽ ഉണ്ടായിരുന്ന ട്രഷർ അതെല്ലാം തന്നെ ഒരുപക്ഷെ കടലിന്റെ അടിത്തട്ടിൽ ഉണ്ടാവില്ലേ. അങ്ങനെയാണെങ്കിൽ കടലിന്റെ അടിത്തട്ടിലേക്ക് പോയ അൺലിമിറ്റഡ് ആയിട്ടുള്ള ട്രഷേഴ്സ് നമുക്ക് കണ്ടെത്താന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഹായ് ആയിട്ട് തുള്ളിച്ചാടും. ആ മണ്ടത്തരങ്ങൾ കേട്ട് ബാക്കിയുള്ള പൈററ്റ്സും അവനെ സപ്പോർട്ട് ചെയ്യും. ഉടനെ അല്പം തലയ്ക്ക് വെളിച്ചമുള്ള ഒരു മൊട്ടയാണെങ്കിൽ അവരോട് പറയും, യു ആർ അൺബിലീവബിൾ. നീ ഇത്രയും വലിയ വിഡ്ഢിയാണോ? ഈ ഐലാൻഡ് മുഴുവൻ സ്വർണത്തിൽ ഒരിഞ്ഞിട്ടല്ല ഉള്ളത്. ഐലാൻഡിനുള്ള കുറച്ച് സ്വർണം വേണമെങ്കിൽ കടലിന്റെ അടുത്തട്ടിലേക്ക് പോയിട്ടുണ്ടാവാം. അതിനുവേണ്ടി 200 മീറ്റർ താഴേക്ക് ആർക്കെങ്കിലും പോകാൻ കഴിയോ? 2 മീറ്റർ താഴേക്ക് പോകുമ്പോൾ തന്നെ ശ്വാസം മുട്ടി മരിച്ചു പോകും. പക്ഷെ ആ വിഡ്ഢിയായ പൈറട്ടാണെങ്കിൽ വീണ്ടും പറയും, അതിന് കുഴപ്പമൊന്നുമില്ല, ചില പ്രത്യേകതര എക്യുപ്മെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് താഴേക്ക് പോയിക്കൂടെ. അങ്ങനെയാണെങ്കിൽ ട്രഷറും നമുക്ക് സ്വന്തമാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ അത് ഇമാജിൻ ചെയ്ത് നോക്കുകയാണ്. ഒട്ടയാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. കടലിനടിയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സീ മോൺസ്റ്റേഴ്സ് ഉണ്ട്. അവറ്റകളുടെ കണ്ണ് വെട്ടിച്ച് നമുക്ക് കടലിന്റെ അടിത്തട്ടിലേക്ക് പോകാൻ കഴിയില്ല. അതിന് വീണ്ടും അവൻ പറയും, വലിയ ആയുധങ്ങൾ കൊണ്ടാവും നമ്മൾ കടലിന്റെ അടിയിലേക്ക് പോവാ. അവറ്റകളുടെ ഒക്കെ വെട്ടി നമ്മൾ അടിത്തട്ടിലേക്ക് പോകും. മാത്രമല്ല കടലിൽ ട്രഷറിന് അതീതമായിട്ട് ഒരുപാട് വലിയ കപ്പലുകളുണ്ട്. വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് കമ്മോഡിറ്റീസ് ഉണ്ട്. അതെല്ലാം തന്നെ നമുക്ക് വലിയ അസറ്റാണ്. കടലിന് അടിത്തട്ടിലേക്ക് പോയാൽ ഇതെല്ലാം നമുക്ക് സ്വന്തം എന്ന് പറയും. മാത്രമല്ല മർമെയ്ഡുകളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു പറയും. മൊട്ടയ്ക്കാണെങ്കിൽ അതെല്ലാം കേട്ട് ചത്താ മതിയെന്നാവും. കട്ട് ചെയ്താ ഇവിടെ ഗ്രാൻഡ് ലൈനിൽ ആ ക്രിക്കറ്റിനെ കാണിക്കും. ഓ നോ, എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ അത് കടലിനടിയിൽ വർഷങ്ങൾക്ക് മുൻപ് മുങ്ങിപ്പോയിട്ടുണ്ടെന്നോ. ഇതൊക്കെ തന്നെ ഒരുപാട് രസമുണ്ട്. എത്രയും വേഗം അത് കണ്ടെത്തണം. നമുക്ക് കടലിലേക്ക് ഡൈവ് അടിക്കാന്ന് പറയും. അവന്റെ ടീംമേറ്റ്സിന് അത് കേട്ട് അല്പമെങ്കിലും പേടിയാവുമെന്ന് കരുതുകയാണെങ്കിൽ അവർക്കാണെങ്കിൽ യാതൊരു പേടിയില്ല. അവരെല്ലാവരും ചാടാനായിട്ട് റെഡിയാവും. കട്ട് ചെയ്താ ഇപ്പൊ കടലിലൂടെ ചീറിപ്പാഞ്ഞ് ഒരു ബൈക്ക് വരുന്നതായിട്ട് കാണിക്കും. ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് അതാരാണെന്ന് കാണിച്ചു തരും. ഫുൾ സ്പീഡിൽ കൈ പോലും ഹാൻഡിൽ പിടിക്കാതെ 2 സിഗരറ്റൊക്കെ കത്തിച്ചു വരുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ സ്മോക്കർ ആണെങ്കിൽ അർഷിക്കയെ കോണ്ടാക്ട് ചെയ്യും. അതിനുശേഷം അവൾ എവിടെയാണെന്ന് ചോദിക്കും. അവൾ പറയും, ഞാനിപ്പോൾ ഉള്ളത് GS ഹോസ്പിറ്റലിലാണ്. അവൻ അവളുടെ കയ്യിൽ ആ സ്വാഡ് ഉണ്ടോ ചോദിക്കും. അവളാണെങ്കിൽ ആ സ്വാഡ് അത് അവളുടെ കയ്യിലുണ്ടെന്ന് മറുപടി പറയും.
ആക്ച്വലി സ്വാഡ് എന്ന് പറയുന്നത് ഒരു കത്തിയല്ല, മറിച്ച് ഒരു സ്പെഷ്യൽ യൂണിറ്റ് ആണ്. അവളാണെങ്കിൽ മറുപടി പറയും, ടീം എന്നോടൊപ്പം ഉണ്ട്. അവിടെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ കണ്ണാടി പയ്യനും ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. കണ്ണാടി പയ്യനാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും, കാരണം ലൂഫിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് അവൻ അറിഞ്ഞു കഴിഞ്ഞു. ആക്ച്വലി ലൂഫിയും ടീമും കാരണമാണ് അവർക്ക് അവിടുന്ന് രക്ഷപ്പെട്ടു വരാൻ കഴിഞ്ഞത്. കണ്ണാടി പയ്യന്റെ വിഷമം കണ്ട് ബാക്കിയുള്ളവർ അവനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോഴായിരിക്കും കൊച്ചുക്കു അവൻ അവിടേക്ക് കടന്നു വരിക. ക്യാപ്റ്റൻ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ്. പക്ഷെ എല്ലാവരുടെ ഇടയിലേക്ക് വരാനോ സംസാരിക്കാനോ അദ്ദേഹം ഇപ്പൊ തയ്യാറില്ല. അത് കേൾക്കുമ്പോൾ കണ്ണാടി പയ്യനും ടീമിനും ഒരല്പം ആശ്വാസം തോന്നും. ഇപ്പൊ അവരെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടുപ്പിക്കുന്നത് ഡോക്ടർ വേഗോഫ് പങ്കിന്റെ ആ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നതെല്ലാം സത്യമാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വാഡ് യൂണിറ്റ് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ട സമയമാണെന്ന് പറയും. അത് കേട്ട് ആ എക്സ് ഡ്രേക്കിനെ കാണിക്കും. അവനും ഈ കാര്യങ്ങളെല്ലാം കേട്ട് വളരെയധികം ടെൻസ്ഡായി പല ഭാഗത്തേക്ക് നോക്കുകയാണ്. അവനും ഈ ഒരു ടീമിലെ മെമ്പറാണ്. ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, ഇത് മുഴുവനായിട്ടും പറഞ്ഞു തീർക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് സമയം അത് ആവശ്യമാണ്. അത് കേട്ട് ജനങ്ങൾ വിളിച്ചു പറയും, കോൾഡി റോജറിന് അറിയാവുന്ന കാര്യങ്ങൾ അത് ഞങ്ങൾക്കും അറിഞ്ഞേ പറ്റൂ. കട്ട് ചെയ്ത ഇവിടെ ഡെഡ് ഐലാൻഡിൽ ആ ഒരു ബാരിയർ അതിപ്പോ ഏകദേശം പൂർണ്ണമായിട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ കപ്പൽ മൂവ് ചെയ്ത് ഇനി പതിയെ പുറത്തേക്ക് പോകാനായിട്ട് കഴിയും. നാമിയാണെങ്കിൽ വിളിച്ചു പറയും, അത് ഏകദേശം മുഴുവനായിട്ടും ഡിസപ്പിയർ ആയി കഴിഞ്ഞു, ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, എത്രയും വേഗം അടുത്ത എന്തെങ്കിലും പാറ വരുന്നതിന് മുൻപ് നമുക്ക് ഇവിടുന്ന് കടന്നു പോവാം. ആ സമയമായിരിക്കും എന്തോ ഒരു ശബ്ദം അവർ ശ്രദ്ധിക്കുക. ആ ഒരു ശബ്ദത്തിന് ശേഷമാണ് ആ ഒരു ബാരിയർ അത് ശരിക്കും ഡിസപ്പിയർ ആയത്. അവരാണെങ്കിൽ ചുറ്റും നോക്കും, ക്ലൗഡ്സ് ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ്. ഈ ക്ലൗഡ്സിന്റെ സഹായത്താൽ ഷിപ്പിലൂടെ അവർക്ക് പുറത്തേക്ക് പോകാനായിട്ട് കഴിയും. പക്ഷെ പുറത്തേക്ക് എത്തുമ്പോൾ അവിടെ സ്വന്തമായിട്ടുള്ള ഒരു സ്പേസ് അവർക്ക് ആവശ്യമാണ്. അതല്ല എങ്കിൽ വില്ലന്മാരും ശത്രുക്കളും ഇല്ലാത്ത ഒരു ഭാഗത്തേക്ക് അവർക്ക് എത്തിപ്പെടണം. അവിടെയാണെങ്കിൽ ജയൻസിന്റെയും നേവിയുടെയും കപ്പൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സോ വലിയൊരു അപകടത്തിലേക്കാണ് തങ്ങൾ പോകുന്നതെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. ബ്രൂക്ക് ആണെങ്കിൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അവനാണെങ്കിൽ ഒരുപാട് കോള ബോട്ടിൽസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ റെഡിയാവും. ഇനി എത്രയും വേഗം ഇജക്ട് ചെയ്ത് അവർക്ക് അവിടുന്ന് ഫ്ലൈ ചെയ്ത് പോയാൽ മാത്രം മതി. പക്ഷെ ജിംബൈ അവൻ ഇപ്പോഴും കപ്പലിലേക്ക് എത്തിയിട്ടില്ല. നാമിയും ടീമും ആണെങ്കിൽ ജിംബയെ കോണ്ടാക്ട് ചെയ്യും. ജിംബൈ ആണെങ്കിൽ നാമിയോട് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞങ്ങൾ ഓൾമോസ്റ്റ് കപ്പലിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ എന്റെ തൊട്ട് മുൻപിൽ ഒരു എൽഡർ ഉണ്ട്, അതാണ് എന്റെ ഏറ്റവും വലിയ ഭയം. നാമി ആണെങ്കിൽ കാഷ്വലായിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ആ എൽഡറിനെ ഫോളോ ചെയ്യണേ, സ്ട്രെയിറ്റ് ആയിട്ട് കപ്പലിലേക്ക് വന്നാൽ പോരെ. ജിംബൈ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും, ഞങ്ങൾ ആക്ച്വലി അതിനെ ഫോളോ ചെയ്യല്ല, അതിപ്പോ കപ്പലിനെ ഫോളോ ചെയ്താണ് വരുന്നത്. സോ തീർച്ചയായിട്ടും അത് കപ്പലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ജിംബൈ അത് പറഞ്ഞു തീർക്കേണ്ട താമസം ഇപ്പൊ ആ എൽഡർ ആണെങ്കിൽ കപ്പലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറന്നു വരികയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന ആ സമയം ഇപ്പൊ സോറോ അതിനെ നേരിടാനായിട്ട് തയ്യാറാവുകയാണ്. അവൻ സോറോയ്ക്ക് കട്ട സപ്പോർട്ട് കൊടുത്ത് അവനെ ആ എൽഡറിന് നേർക്ക് നോക്കി എറിയും. സോറോ ആണെങ്കിൽ അവന്റെ 2 സ്ക്വാഡ് കയ്യിലെടുത്ത് 2 സ്ക്വാഡ്സ് പവർ ഉപയോഗിച്ച് ഇപ്പൊ എൽഡറിനെ അറ്റാക്ക് ചെയ്യാണ്. എൽഡർ ആണെങ്കിൽ അതിലും ഫോഴ്സിൽ മറ്റൊരു സ്ക്വാഡ് ഉപയോഗിച്ച് ഇപ്പൊ സോറോയുടെ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും ആ സ്ക്വാഡ് ഉപയോഗിച്ച് ആഞ്ഞു വെട്ടുകയാണ്. അതിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടായി. രണ്ടുപേരും 2 ഭാഗത്തേക്ക് അങ്ങനെ തെറിച്ചു പോവാണ്. ജിംബൈ ആണെങ്കിൽ സോറോ താഴെ വീഴാതെ അവനെ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യും. സോറോയ്ക്കാണെങ്കിൽ കാര്യം പിടികിട്ടും. അവൻ കരുതിയതുപോലെയല്ല, ആ എൽഡറിന് നല്ല പവറാണ്. വളരെയധികം ഫോഴ്സിലാണ് അവൻ സോറോയെ അറ്റാക്ക് ചെയ്ത് ദൂരേക്ക് തെറിപ്പിച്ചു കളഞ്ഞത്. സോറോ ആണെങ്കിൽ വിളിച്ചു പറയും, നോക്കി നിന്നിട്ട് കാര്യമില്ല, എത്രയും വേഗം നിങ്ങൾ കപ്പലെടുത്ത് ഇവിടുന്ന് പുറപ്പെടും. അത് കേട്ട് നാമിയാണെങ്കിൽ പാനിക്കായി കപ്പല് പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശം ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണ്. അവർക്കാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരങ്ങനെ ടെൻഷൻ അടിച്ച് കപ്പൽ സ്റ്റാർട്ട് ചെയ്യാനായി തയ്യാറാവുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.